തന്നെ എടുക്കാം. 5 മിനിറ്റ് കൊണ്ട്, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കാണുന്ന അത്രയും ചെറിയുള്ളി കത്തി പോലും ഉപയോഗിക്കാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത ചെറിയുള്ളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ. ഇനി മുതൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഇത് ചെറിയുള്ളിയാണ്, ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം. ഞങ്ങൾ ചെറിയുള്ളി എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കത്തിയുടെ ഒരാവശ്യമില്ല കേട്ടോ. 2 കൊട്ടയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഉള്ളി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഒരുപാട് വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉള്ളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാടൊന്നും ഉള്ളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ 2 കൊട്ടയാണ് കേട്ടോ. നിങ്ങളെടുത്ത് ഇങ്ങനത്തെ ടൈപ്പ് കൊട്ടകളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റിൽ ഈ ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയാണ്. ഈ ഒരു കൊട്ട കയ്യിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു കൊട്ട ഇല്ലെങ്കിലും പ്രശ്നമല്ല. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അതാണ്. ഇനി ഈ ഒരു ടൈപ്പ് അരിപ്പ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ കണ്ണി കുറഞ്ഞ അരിപ്പ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് കത്തി ഉപയോഗിക്കേണ്ട. അതുപോലെ കണ്ണൊന്നും എരിയില്ല കേട്ടോ. ഉള്ളി നന്നാക്കുന്ന സമയത്ത് ഇതുപോലെ കൊട്ടയിലേക്ക് ഉള്ളി എടുത്തിടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ആ ഒരു കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉള്ളീൻ്റെ മുകളിലുള്ള തോലൊക്കെ നന്നായിട്ട് ഇളകി വരും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ഉള്ളിയിൽ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കാവുന്നതുമാണ്. ഒന്നും ആവില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ആ ഒരു കൊട്ട മുഴുവനും നന്നായിട്ട് ഉള്ളി ചുറ്റിച്ച് കൊടുത്താൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്നതാണ്. ഈ ചായരിപ്പയിലൊക്കെ ഉള്ളി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അതിലും എനിക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് ഉള്ളി നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അത് മാത്രമല്ല, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു അഴുക്കൊക്കെ ആ ഒരു ഹോളിൽ കൂടെ പോകുന്നുണ്ടേ. എന്നിട്ടും പോവാത്തതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സമയത്ത് അതിലെ ജലാംശമൊക്കെ അത് വലിച്ചെടുക്കും. അതിന് ശേഷം വേണം നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പൊതുവേ ഉള്ളി ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഉള്ളി നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വെക്കാൻ പറ്റും? ഫ്രീസറിലാണോ അതോ ഡോറിൻ്റെ മുകളിലാണോ? എങ്ങനെയാണ് നിങ്ങൾ ഇത് ഫ്രീസ് ചെയ്യാറ്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആരെയും ആശ്രയിക്കാതെ 5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിതാ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ നമ്മളുടെ ജോലി കഴിഞ്ഞു കേട്ടോ. ഇനി ആ ഒരു ഉള്ളീൻ്റെ മൂക്കുഭാഗമല്ലേ, അതിൻ്റെ മുകളിൽ ഒരു വേരുണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് ചെത്തി കളയുകയാണെങ്കിൽ അങ്ങനെ കളയാം. അതല്ല നിങ്ങൾക്ക് കൈകൊണ്ട് നുള്ളി കളയുകയാണെങ്കിൽ അങ്ങനെയും കളയാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഈ ഒരു ഓട്ടക്കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനൊന്നും ആ ഒരു സംഭവമില്ല. കുറേയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം ഞാനിതാ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെത്തി കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നുള്ളി കൊടുത്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് കിട്ടും. കത്തി ഉപയോഗിക്കണം എന്നില്ല. അതുപോലെ ചില ആളുകൾക്ക് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നീറും അല്ലേ, കണ്ണിനൊക്കെ ഭയങ്കര എരിച്ചിലായിരിക്കും ഉള്ളി ക്ലീൻ ചെയ്യുമ്പം. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ മസ്റ്റ് ട്രൈ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ചെറിയുള്ളി ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കാറ്. ചെറിയുള്ളി മാത്രമല്ല വെളുത്തുള്ളിയും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് തന്നെയായാലും നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക. ഓക്കെ.